ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. വികസനത്തിനും ക്ഷേമത്തിനും ഊന്നൽ നൽകി സംസ്ഥാന ബജറ്റ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് 750 കോടി രൂപ അനുവദിച്ചു. വിഴിഞ്ഞം തുറമുഖ വികസനത്തിനായി ബഹുമുഖ പദ്ധതികൾ. ആരോഗ്യമേഖലയ്ക്ക് 10,431 കോടി രൂപയും കാരുണ്യ പദ്ധതിക്ക് 700 കോടി രൂപയും താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റും സ്ഥാപിക്കും. സർക്കാർ ജീവനക്കാർക്ക് 1 ഗഡു ക്ഷാമബത്ത കൂടി അനുവദിച്ചു. ശമ്പള പരിഷ്കരണ തുകയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം നൽകും. കാർഷിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് 227 കോടി, വിള പരിപാലനത്തിന് 535 കോടി രൂപ, വന്യജീവി ആക്രമണം നിയന്ത്രിക്കാനും നഷ്ടപരിഹാരത്തിനും 70 കോടി രൂപയും അനുവദിച്ചു. AI വികസനത്തിന് ഹാക്കത്തോൺ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 7 മികവിന്റെ കേന്ദ്രങ്ങൾ, തുഞ്ചൻ പറമ്പിൽ MT പഠന കേന്ദ്രവും സ്മാരകവും. കയർ വ്യവസായത്തിന് 107 കോടി രൂപ, കശുവണ്ടി മേഖലയ്ക്ക് 30 കോടി, കൊല്ലത്തും കൊട്ടാരക്കരയിലും കണ്ണൂരും IT പാർക്കുകൾ. ഭൂനികുതിയും വൈദ്യുത വാഹന നികുതിയും വർദ്ധിപ്പിച്ചു. കോടതി ഫീസുകൾ കൂട്ടി. ക്ഷേമ പെൻഷൻ വർധനയില്ല. 5 വർഷത്തിനു ശേഷം റിപ്പോ നിരക്ക് കുറച്ച് RBI. വാർത്തകൾ വിശദമായി. വികസനത്തിനും ക്ഷേമത്തിനും ഊന്നൽ നൽകി സംസ്ഥാന ബജറ്റ്. സാമ്പത്തിക പ്രതിസന്ധിയെ കേരളം അതിജീവിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരണത്തിന്റെ തുടക്കത്തിൽ വ്യക്തമാക്കി. വലിയ ആശ്വാസം തോന്നുന്ന ഒരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. സംസ്ഥാനത്തിന്റെ സമീപകാല വികസന ചരിത്രം പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട്. കേരള സമ്പദ്ഘടന അതിവേഗ വളർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക് മുന്നേറാൻ സജ്ജമായിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ ധനസ്ഥിതി കൂടുതൽ മെച്ചപ്പെടുമെന്നും മന്ത്രി വ്യക്തമാക്കി. തനത് നികുതിയേതര വരുമാനം വർദ്ധിച്ചതായി അദ്ദേഹം പറഞ്ഞു. 14ാം ധനകമ്മീഷനിൽ ഗ്രാന്റ് കൂടുമെന്ന് കരുതുന്നു. ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വച്ചു. വയനാടിന് ആശ്വാസം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ 750 കോടി രൂപയുടെ ആദ്യ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ്. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഇതിനായി ആദ്യഘട്ടത്തിൽ 750 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നു. CMDRF, SDMA, കേന്ദ്ര ഗവൺമെന്റ് പൊതു സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഫണ്ടുകൾ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്, സ്പോൺസർഷിപ്പുകൾ എന്നിവ കൂടി ഈ പദ്ധതിയിൽ വിനിയോഗിക്കും. അധികമായി ആവശ്യം വരുന്ന ഫണ്ട് അനുവദിക്കും. 1202 കോടി രൂപയുടെ നഷ്ടമാണ് ദുരന്തത്തിലുണ്ടായതെന്ന് ധനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ വയനാട്ടിന് ധനസഹായം പ്രഖ്യാപിച്ചില്ലെങ്കിലും പുനരധിവാസത്തിന് കേന്ദ്രം കൂടുതൽ തുക അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞത്തെ പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. വിഴിഞ്ഞം തുറമുഖത്തിന് കിഫ്ബിയിൽ നിന്നും 1000 കോടി രൂപ അനുവദിച്ചു. പ്രധാന വ്യവസായ ഇടനാഴിയും കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും പ്രധാന കേന്ദ്രമായും വിഴിഞ്ഞത്തെ വളർത്തും. കോവളം ബേക്കൽ ഉൾനാടൻ ജലഗതാഗത ഇടനാഴി സൃഷ്ടിക്കും. ഉൾനാടൻ ജലഗതാഗത വികസനത്തിന് കിഫ്ബി 500 കോടി നൽകും. ദേശീയപാത 66, പുതിയ ഗ്രീൻഫീൽഡ് ദേശീയപാത എന്നിവ വിഴിഞ്ഞം വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും. വിഴിഞ്ഞം കൊല്ലം പുനലൂർ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ യാഥാർത്ഥ്യമാക്കും. വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി യാഥാർത്ഥ്യമാകും. തീരദേശപാത സ്വകാര്യ നിക്ഷേപത്തോടെ പൂർത്തിയാകും. തെക്കൻ കേരളത്തിൽ കപ്പൽശാല തുടങ്ങാൻ കേന്ദ്ര സഹകരണം തേടും. വിഴിഞ്ഞത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളവർക്കായി 100 ഏക്കറിൽ ഔദ്യോഗിക ബിസിനസ് കേന്ദ്രം ഫിൻടെക് മേഖലയ്ക്ക് 10 കോടി രൂപ. സംസ്ഥാന ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം. ജീവനക്കാർക്ക് ഏപ്രിൽ മാസത്തെ ശമ്പളത്തിനൊപ്പം 1 ഗഡു ക്ഷാമബത്ത കൂടി അനുവദിച്ചു. ശമ്പള പരിഷ്കരണ തുകയുടെ 2 ഗഡു 1900 കോടി ഈ സാമ്പത്തിക വർഷം നൽകും. DA കുടിശ്ശികയുടെ 2 ഗഡുവിന്റെ ലോക്ക് ഇൻ പീരീഡ് ഈ സാമ്പത്തിക വർഷം ഒഴിവാക്കും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യും. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്ക് ഇൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുന്നു. സർവീസ് പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക 600 കോടി ഫെബ്രുവരിയിൽ വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി ബജറ്റിൽ വ്യക്തമാക്കി. ഇടത്തരക്കാരുടെ ഭവന സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷ നൽകി റെസിഡൻഷ്യൽ കോംപ്ലക്സ് മാതൃകയിൽ ഭവന പദ്ധതി നടപ്പിലാക്കും. 1 ലക്ഷം വീടുകൾ പദ്ധതിയുടെ കീഴിൽ നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ വകുപ്പിന്റെ ഉൾപ്പെടെ സഹായത്തോടെയാകും പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ കീഴിൽ നിർമ്മിക്കുന്ന ഭവനങ്ങൾക്ക് വായ്പാ ഇളവ് നൽകും. ഇതിനായി 20 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് പദ്ധതിക്കായി 1160 കോടി രൂപ വകയിരുത്തി. 1 ലക്ഷം വീടുകൾ പൂർത്തിയാക്കും. സംസ്ഥാനത്ത് 5,04,830 പേർക്ക് പുതിയ റേഷൻ കാർഡുകൾ അനുവദിച്ചു.
1359 മെഗാവാട്ട് വൈദ്യുതി ഈ സർക്കാരിന്റെ കാലത്ത് ഉൽപ്പാദിപ്പിച്ചു. 12.74 ലക്ഷം വൈദ്യുതി കണക്ഷനുകൾ കഴിഞ്ഞ ഒരു വർഷം നൽകി. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരവികസനത്തിനായി മെട്രോപൊളിറ്റൻ പ്ലാൻ ആവിഷ്കരിക്കും. മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റികൾക്കും രൂപം നൽകും. തിരുവനന്തപുരം മെട്രോയുടെ പ്രാരംഭ നടപടികൾ ഈ വർഷം ആരംഭിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. കൊച്ചി മെട്രോയുടെ വികസനം തുടരും. 6,965 കോടി രൂപ KSRTCക്ക് ഇതിനോടകം നൽകി. സംസ്ഥാനത്തെ പൊതുമരാമത്ത് റോഡുകൾക്ക് 3,061 കോടി രൂപ അനുവദിച്ചു. 100 പുതിയ പാലങ്ങൾ നിർമ്മിച്ചു. 150ഓളം എണ്ണം പൂർത്തിയാകാൻ ഒരുങ്ങുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര സർക്കാരിന്റെ ബിസിനസ് സൌഹൃദ പട്ടികയിൽ സംസ്ഥാനം ഒന്നാമതെത്തി. കേന്ദ്ര മാതൃകയിൽ പ്രാദേശികമായി കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾക്കായി 5 കോടി രൂപ, കടൽത്തീര സംരക്ഷണത്തിന് 100 കോടി രൂപ, കൊല്ലം ഓഷനോറിയം 20 കോടി രൂപ എന്നിവ അനുവദിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായി 15,980 കോടി രൂപ അനുവദിച്ചു. കണ്ണൂർ IT പാർക്കിന് 293.22 കോടി കിഫ്ബിയിൽ നിന്നും നൽകി. കൊല്ലത്ത് കിഫ്ബി കിൻഫ്ര സഹകരണത്തിൽ IT പാർക്ക് ആരംഭിക്കും. കൊല്ലത്ത് മൊറൈൻ ബയോളജിക്കൽ പാർക്കിന് സ്ഥലം ഏറ്റെടുക്കാൻ 20 കോടി രൂപ അനുവദിച്ചു. കയർ വ്യവസായത്തിന് 107.6 കോടിയും ഖാദി വ്യവസായത്തിന് 14.8 കോടിയും കശുവണ്ടി മേഖലയ്ക്ക് 30 കോടി രൂപയും അനുവദിച്ചു. ഗ്രാമീണ ചെറുകിട വികസന പദ്ധതിക്ക് 212 കോടി രൂപയും IT മേഖലയ്ക്ക് 507 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സുസ്ഥിര വികസനത്തിന് 15 കോടി, KSIDCക്ക് 127.5 കോടി, ടെക്നോ പാർക്കിന് 21 കോടി എന്നിവ അനുവദിച്ചു. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായി ബജറ്റിൽ 227.4 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നെല്ല് വികസനത്തിന് 150 കോടി, കേര പദ്ധതിക്ക് 100 കോടി രൂപ, കാർഷിക സർവകലാശാലയ്ക്ക് 43 കോടി രൂപയും ക്ഷീരവികസനത്തിന് 120.93 കോടി രൂപയും അനുവദിച്ചു. നാളികേര വികസനത്തിനായി 73 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ധർമ്മടത്ത് ഗ്ലോബൽ ഡയറി വില്ലേജിനായി 130 കോടി രൂപയും മണ്ണ് സംരക്ഷണ പദ്ധതികൾക്കായി 77.9 കോടി രൂപയും വിള ഇൻഷുറൻസിന് 33.14 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മത്സ്യമേഖലയ്ക്ക് 295 കോടി രൂപ അനുവദിച്ചു. നെട്ടുകാൽത്തേരിയിൽ കാലിത്തീറ്റ ഫാം തുടങ്ങും. പച്ചക്കറി വികസനത്തിന് 75.45 കോടി രൂപയും സുഗന്ധ വ്യഞ്ജന മേഖലയ്ക്കായി 7 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയ്ക്ക് 17 കോടി രൂപ അനുവദിച്ചു. വനം വന്യജീവി മേഖലയുടെ സമഗ്ര വികസനത്തിനായി 305.61 കോടി രൂപ ബജറ്റിലുണ്ട്. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ അടുത്ത 5 വർഷം കൊണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ പാമ്പ് വിഷബാധ ജീവഹാനിരഹിത കേരളം പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. വന്യജീവി ആക്രമണങ്ങൾ ഇല്ലാതാക്കാൻ 25 കോടി രൂപയും വനസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ശാക്തീകരണത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനുമായി 50.3 കോടി രൂപയും വകയിരുത്തി. പദ്ധതി വിഹിതത്തിന് പുറമെ പ്രത്യേകമായും തുക അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് വന്യമൃഗപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. ഇതിനാവശ്യമായ ഇടപെടലിനായി സംസ്ഥാനം മുൻകൈ എടുക്കും. വനമേഖലയിലെ വന്യമൃഗശല്യം നിയന്ത്രിക്കാനും വനമേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും പ്രത്യേക പാക്കേജിന് പ്ലാനിൽ അനുവദിച്ചിട്ടുള്ള തുകയ്ക്ക് പുറമെ ഒരു 50 കോടി രൂപ കൂടി അധികമായിട്ട് അനുവദിക്കുന്നു. പ്രോജക്ട് എലിഫന്റ് പദ്ധതിയിൽപ്പെടുത്തി പെരിയാർ, ആനമുടി, നിലമ്പൂർ, വയനാട് ആന സങ്കേതങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് 3.5 കോടി രൂപയും കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിനായി 2 കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ആരോഗ്യ മേഖലയ്ക്ക് 10,431 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കാരുണ്യ ചികിത്സാ പദ്ധതിക്കായി 700 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചു. ആരോഗ്യ മേഖലയിലെ പദ്ധതികൾക്കായി ഇതിനകം 38,126 കോടി രൂപ ചിലവാക്കി. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് 43 കോടി രൂപ നൽകും. AI വികസനത്തിന് ഹാക്കത്തോൺ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 7 മികവിന്റെ കേന്ദ്രങ്ങൾ, ഇതിനായി 28 കോടി, ഡിജിറ്റൽ സയൻസ് പാർക്കിന് 212 കോടി, ലൈഫ് സയൻസ് പാർക്കിന് 16 കോടി, ക്യുസാറ്റിന് 69 കോടി രൂപയും MG സർവകലാശാലയ്ക്ക് 62 കോടി രൂപയും അനുവദിച്ചു. പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ വിവിധ സ്കോളർഷിപ്പുകൾക്കായി 3,821 കോടി രൂപ ചിലവഴിച്ചു. തിരൂർ തുഞ്ചൻ പറമ്പിൽ MT പഠന കേന്ദ്രവും സ്മാരകവും നിർമ്മിക്കാൻ ആദ്യഘട്ടമായി 5 കോടി രൂപ അനുവദിക്കും. നാട്ടുവൈദ്യ പരമ്പരാഗത പഠന കേന്ദ്രവും നിർമ്മിക്കും. ഉച്ചഭക്ഷണ പദ്ധതിക്ക് 402 കോടി അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഭൂനികുതി 50% ഉയർത്തിയതായി മന്ത്രി KN ബാലഗോപാൽ. ഇതിലൂടെ 100 കോടി രൂപയുടെ അധിക വരുമാനം സർക്കാർ പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു.
ഇലക്ട്രിക് കാറുകളുടെ നികുതി കൂട്ടി 30 കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇതുവഴി ലഭിക്കുക. സർക്കാർ ഭൂമിയുടെ പാട്ടത്തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാട്ടനിരക്ക് കുടിശ്ശിക തീർപ്പാക്കാൻ ഒറ്റത്തവണ പദ്ധതി നടപ്പാക്കും. കോടതി ഫീസുകൾ കൂട്ടി. ഇതിലൂടെ 150 കോടി രൂപയുടെ വർധനയാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. യാത്ര ചെയ്യാൻ ആളുകൾക്ക് കൂടുതൽ സമയം ലഭിക്കുന്നത് ടൂറിസം മേഖലയ്ക്ക് ഗുണകരമാണെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. മൈസ് ടൂറിസത്തിന്റെ ഭാഗമായി വൻകിട കൺവെൻഷൻ സെന്ററുകളും ഡെസ്റ്റിനേഷൻ ടൂറിസം സെന്ററുകളും വികസിപ്പിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. കെ ഹോംസ് പദ്ധതികളുടെ പ്രാരംഭ ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തി. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ കെ ഹോംസിന്റെ പൈലറ്റ് പദ്ധതി നടപ്പാക്കും. അടഞ്ഞുകിടക്കുന്ന വീടുകൾ ടൂറിസം അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഉപയോഗിക്കാനാണ് കെ ഹോംസിലൂടെ ലക്ഷ്യമിടുന്നത്. ആരോഗ്യ ടൂറിസത്തിനായി 50 കോടി രൂപയും നീക്കിവച്ചു. സീപ്ലെയിൻ ടൂറിസം, ഹെലിപാഡുകൾ, ചെറുവിമാനത്താവളം എന്നിവയ്ക്കായി 20 കോടി രൂപ അനുവദിച്ചു. തീർത്ഥാടന ടൂറിസത്തിനും 20 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. ഹോട്ടലുകൾ നിർമ്മിക്കാൻ 50 കോടി രൂപ വരെ വായ്പ ലഭിക്കുന്ന പദ്ധതി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആവിഷ്കരിക്കും. ഈ പദ്ധതിക്ക് പലിശയിളവ് നൽകുന്നതിന് 20 കോടി രൂപ വകയിരുത്തിയതായും മന്ത്രി അറിയിച്ചു. ദേശീയ അന്തർദേശീയ ടൂറിസം വിപണന പ്രവർത്തനങ്ങൾക്കായി 80 കോടി രൂപ നീക്കിവച്ചു. കൊല്ലം ശാസ്താംകോട്ട ടൂറിസം പദ്ധതിക്കായി 1 കോടി രൂപയും വിനോദസഞ്ചാരികളിലെ ട്രക്കിംഗ് താൽപര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനയാത്രാ പദ്ധതിക്ക് 3 കോടി രൂപയും അനുവദിച്ചു. തിരുവനന്തപുരത്തെ പൊന്മുടിയിൽ റോപ്പ് വേ വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 3 മുതൽ 5 ലക്ഷം പുതിയ ജോലികൾ ഉറപ്പാക്കുന്ന മെഗാ ജോബ് എക്സ്പോകൾ സംഘടിപ്പിക്കും. വയോജന പരിചരണത്തിനായി 50 കോടി അനുവദിച്ചു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ 2 കോടി രൂപ. 6 വരി ദേശീയപാതയുടെ നിർമ്മാണം ഈ വർഷം പൂർത്തിയാകും. ഉൾനാടൻ ജലഗതാഗത വികസനത്തിന് കിഫ്ബി 500 കോടി നൽകും. പഴയ സർക്കാർ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ വാങ്ങാൻ 100 കോടി രൂപ നീക്കിവച്ചു. 2024 കണക്ക് അനുസരിച്ച് പ്രവാസികൾ അയക്കുന്ന പണത്തിന്റെ കണക്കിൽ കേരളം ഒന്നാമതാണ്. 21% വിഹിതം. പ്രവാസികളുടെ നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ ലോക കേരള കേന്ദ്രം സ്ഥാപിക്കും. 5 കോടി രൂപ ഇതിനായി അനുവദിച്ചു. വിദേശ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വയനാട് ബ്രഹ്മഗിരി സൊസൈറ്റിയുടെ നവീകരണത്തിന് 10 കോടി, കിൻഫ്ര എക്സിബിഷൻ സെന്ററിന് 20 കോടി, വയനാട് സുസ്ഥിര വികസനത്തിനായി 85 കോടി രൂപ എന്നിങ്ങനെ അനുവദിച്ചിട്ടുണ്ട്. ശുചിത്വ കേരളത്തിന് 30 കോടി രൂപയും കുടുംബശ്രീക്ക് 270 കോടി രൂപയും KSEBക്ക് 1088 കോടി രൂപയും വൈദ്യുതി ഉൽപ്പാദനം കൂട്ടാൻ 100 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ 2 കോടി, സ്റ്റാർട്ടപ്പ് മിഷന് 1 കോടി, കായിക മേഖലയ്ക്ക് 145.39 കോടി രൂപ, സ്പോർട്സ് കൌൺസിലിന് 39 കോടി രൂപ, ഗ്രാമീണ കളിസ്ഥലങ്ങൾക്ക് 18 കോടി രൂപ, കേരള സർവകലാശാല സിന്തറ്റിക് ട്രാക്കിന് 5 കോടി രൂപ എന്നിങ്ങനെ ബജറ്റിൽ വകയിരുത്തി. കല്ലട ഇറിഗേഷന് 10 കോടി, സംസ്ഥാനത്ത് വിവിധ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് 178.07 കോടി രൂപ, വൻകിട ചെറുകിട ജലസേചന പദ്ധതികൾക്കായി 239 കോടിയും 190 കോടിയും, തോട്ടപ്പള്ളി സ്പിൽവേ വികസനത്തിന് 5 കോടി രൂപ, ബാണാസുരസാഗർ പദ്ധതിക്ക് 20 കോടി രൂപ, മൂവാറ്റുപുഴ ജലസേചന പദ്ധതിക്ക് 10 കോടി എന്നിങ്ങനെ തുക വകയിരുത്തി. 5 വർഷത്തിനു ശേഷം ആദ്യമായി റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന സമിതി റിപ്പോ നിരക്ക് കുറച്ചു. 6.5% നിന്നും 6.25% കുറച്ചത്. ഇതോടെ വായ്പാ പലിശ നിരക്ക് കുറയും. അതുവഴി തിരിച്ചടവ് തവണ തുകയിലും മാറ്റം വരും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനത്തിനും ക്ഷേമത്തിനും ഊന്നൽ നൽകി സംസ്ഥാന ബജറ്റ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് 750 കോടി രൂപ അനുവദിച്ചു. വിഴിഞ്ഞം തുറമുഖ വികസനത്തിനായി ബഹുമുഖ പദ്ധതികൾ. ആരോഗ്യമേഖലയ്ക്ക് 10,431 കോടി രൂപയും കാരുണ്യ പദ്ധതിക്ക് 700 കോടി രൂപയും അനുവദിച്ചു. താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കും. സർക്കാർ ജീവനക്കാർക്ക് 1 ഗഡു ക്ഷാമബത്ത കൂടി അനുവദിച്ചു. ശമ്പള പരിഷ്കരണ തുകയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം നൽകും. കാർഷിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് 227 കോടി, വിള പരിപാലനത്തിന് 535 കോടി, വന്യജീവി ആക്രമണം നിയന്ത്രിക്കാനും നഷ്ടപരിഹാരത്തിനും 70 കോടി രൂപയും അനുവദിച്ചു. AI വികസനത്തിന് ഹാക്കത്തോൺ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 7 മികവിന്റെ കേന്ദ്രങ്ങൾ. തുഞ്ചൻ പറമ്പിൽ MT പഠന കേന്ദ്രവും സ്മാരകവും. കയർ വ്യവസായത്തിന് 107 കോടി രൂപ, കശുവണ്ടി മേഖലയ്ക്ക് 30 കോടി രൂപയും നഗരവികസനത്തിന് പ്രത്യേക പദ്ധതികളും അനുവദിച്ചു. കൊല്ലത്തും കൊട്ടാരക്കരയിലും കണ്ണൂരും IT പാർക്കുകൾ. ഭൂനികുതിയും വൈദ്യുത വാഹന നികുതിയും വർദ്ധിപ്പിച്ചു. കോടതി ഫീസുകൾ കൂട്ടി. ക്ഷേമ പെൻഷൻ വർധനയില്ല. 5 വർഷത്തിനു ശേഷം റിപ്പോ നിരക്ക് കുറച്ച് RBI. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.